ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 90 ദിവസത്തെ താരിഫ് സസ്പെൻഷൻ പശ്ചാത്തലത്തിൽ പുതിയ നീക്കം നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ത്വരിത നീക്കങ്ങളാണ് രാജ്യം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. താരിഫ് സസ്പെൻഷൻ കാലയളവായ 90 ദിവസത്തിനുള്ളിൽ പുതിയ വ്യാപാര കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഈ കരാറിനായുള്ള ചർച്ചകൾ തുടങ്ങുന്നതിനുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. താഴ്ന്ന നിരക്കിൽ താരിഫ് അന്തിമമാക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. അത് സാധ്യമാക്കാനായി രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന കരാറാകും രൂപപ്പെടുത്തുകയെന്നതും വ്യക്തം. ഇരു കൂട്ടർക്കും സമ്മതമുള്ള ഒരു ധാരണയിലെത്തിയാൽ 90 ദിവസത്തിനുള്ളിൽ കരാർ അന്തിമമാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നതെന്ന് PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 9-നാണ് ട്രംപ് 90 ദിവസത്തെ താരിഫ് സസ്പെൻഷൻ പ്രഖ്യാപനം നടത്തിയത്. അതേ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ജൂലൈ 9 വരെ 90 ദിവസത്തേക്ക് 26% തത്തുല്യ ഇറക്കുമതി ചുങ്കം നിർത്തിവെക്കുന്നതായാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള 10% അടിസ്ഥാന താരിഫ് നിലനിൽക്കും. നിലവിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ $191 ബില്യൺ ഇടപാടുകളാണ് നടക്കുന്നത്. 2030 ആകുമ്പോഴേക്കും നിലവിലെ വ്യാപാരം ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോഴത്തെ $191 ബില്യൺ നിന്ന് $500 ബില്യൺ അഥവാ ഏകദേശം 50,000 കോടി രൂപയിലേക്ക് വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ കരാർ പ്രാബല്യത്തിലാക്കുന്നത്. പുതിയ കരാർ സംബന്ധിച്ച് ഇന്ത്യ US-ഉമായി നിരന്തര ഇടപെടൽ നടത്തി വരികയാണ്. പ്രധാനമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ അധികവും നടക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതുകൂടാതെ വരും ദിനങ്ങളിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് സന്ദർശനം നടത്തിയുള്ള ചർച്ചകളും നടന്നേക്കാം. അതിന്റെ ഭാഗമായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതകളും ബന്ധപ്പെട്ട അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. രാജ്യത്തിന്റെയും പൊതുജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള കരാറായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ തിടുക്കത്തിൽ പുതിയ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ട്രംപ് ചുമത്തിയ തത്തുല്യ ചുങ്കത്തിൽ നേട്ടവും കോട്ടവുമുണ്ട്. ഇതൊരിക്കലും ഇന്ത്യ തിരിച്ചടിയായി കാണുന്നില്ല. ഇന്ത്യയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിച്ചാൽ താരിഫ് നിരക്കുകൾ കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികച്ച സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചെങ്കിലും ഇന്ത്യ US-നോട് ശരിയായി പെരുമാറുന്നില്ല എന്നാണ് തത്തുല്യ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിക്കവേ ട്രംപ് പറഞ്ഞത്. ഇന്ത്യ US-ൽ നിന്ന് 52% തീരുവയാണ് ഈടാക്കുന്നത്. അതിനാൽ അതിന്റെ പകുതി 26% US ഇന്ത്യയിൽ നിന്നും ഈടാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ പുതിയ കരാർ അന്തിമമായാൽ വലിയ കോട്ടങ്ങളില്ലാതെ ഇന്ത്യക്ക് US-ഉമായി വ്യാപാരത്തിലേർപ്പെടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.